Good morning children. അപ്പോൾ നമ്മളൊക്കെ grains and other crops ആണ്. അടുത്ത ക്ലാസ് നമ്മൾ എന്താ grains and other crops. Rice is grown mainly in Bengal, Andhra, Tamil Nadu and Kerala. ഇനി rice ഏതെല്ലാം എവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? എവിടെയൊക്കെയാണ്? ബംഗാൾ, ആന്ധ്ര, തമിഴ്നാടു ആൻഡ് കേരള. അടുത്ത് നോക്കൂ, wheat is grown in Punjab. ഇനി ഗോതമ്പ്, അത് മെയിൻ ആയിട്ടുള്ളത് എവിടെയാണ്? പഞ്ചാബിലാണ് ഉള്ളത്. ഇൻ ഉത്തർപ്രദേശ് റൈസ്, വീറ്റ്, മെയ്സ്, ജോവർ, ബജ്ര ആർ ഗ്രോൺ. ഉത്തർപ്രദേശിലാണെങ്കിൽ റൈസും വീറ്റും മെയ്സും ജോവർ ആൻഡ് ബജ്ര ആർ ഗ്രോൺ. വി ഗെറ്റ് ഷുഗർ ഫ്രം ഷുഗർ കെയിൻ. ഇനി നമുക്ക് ഷുഗർ, എവിടെ നിന്നാണ് ഷുഗർ ഉണ്ടാകുന്നത്? ഷുഗർ പറഞ്ഞാൽ പഞ്ചസാര. ഷുഗർ കെയിനിൽ നിന്നാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. ഷുഗർ കെയിൻസ് മീൻ എന്താണ്? കരിമ്പ് അല്ലേ? കരിമ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഷുഗർ. ഷുഗർ കെയിൻ ഈസ് മെയിൻലി ഗ്രോൺ ഇൻ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാടു ആൻഡ് കർണാടക. ഷുഗർ കെയിൻ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാടു ആൻഡ് കർണാടക. അപ്പോൾ ഓരോരവിടെയും എന്താണ്? ഓരോ തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ ഇതൊക്കെ മെയിൻ ആയിട്ട് എവിടെയാണ് എന്നുള്ളത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കൂ, വെജിറ്റബിൾസ് ആൻഡ് ഓയിൽ. വെജിറ്റബിൾസ് പറഞ്ഞാൽ എന്താണ്? പച്ചക്കറികൾ. വെജിറ്റബിൾസ് ആർ ഗ്രോൺ ഇൻ മോസ്റ്റ് സ്റ്റേറ്റ്. അധിക സംസ്ഥാനങ്ങളിലും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? വെജിറ്റബിൾസ്. They are cooked in oils like coconut oil, groundnut oil, mustard oil, linseed oil, linseed oil, till etc. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ആർ ഗ്രോൺ ഇൻ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് അത് കുക്ക് ചെയ്യുന്നത്? They are cooked in oils. വെജിറ്റബിൾസ് ഓയിലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഓയിലാണ് ഉള്ളത്? കോക്കനട്ട് ഓയിൽ. മനസ്സിലായോ? കോക്കനട്ട് ഓയിൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? വെളിച്ചെണ്ണ. ഗ്രൗണ്ട്നട്ട് ഓയിൽ പറഞ്ഞാൽ എന്താണ്? കടലെണ്ണ. ആൻഡ് മസ്റ്റാർഡ് ഓയിൽ പറഞ്ഞാൽ എന്താണ്? കടുകെണ്ണ. ആൻഡ് ലിൻസീഡ് ഓയിൽ ആൻഡ് ടിൽ എക്സെട്ര. അപ്പൊ ഇത്രയും ഓയിൽസിലാണ് എന്താണ് നമ്മൾ വെജിറ്റബിൾസും എല്ലാം എന്ത് ചെയ്യുന്നത്? കുക്ക് ചെയ്ത് എടുക്കുന്നത്. മിൽക്ക്, മീറ്റ്, നട്ട്സ് എക്സെട്ര. അടുത്ത സെക്ഷൻ എന്താണ്? മിൽക്ക്, മീറ്റ്, നട്ട്സ്. Pineapple, guava and banana are grown in plenty in many parts of the country. ഇനി പൈനാപ്പിൾ, guava and banana അറിയാലോ അല്ലേ? guava and banana അതെല്ലാം അറിയാം. grown plenty in many parts of the country. Apple, peas, apricot etc. are grown in hill station. ഇനി ആപ്പിളും പീയും ആപ്രിക്കോട്ടും ഹിൽ സ്റ്റേഷനിൽ മാത്രം വിളയുന്ന വിളകളാണ്. മനസ്സിലായോ? ആപ്പിൾ, പീൽസ് ആൻഡ് ആപ്രിക്കോട്ട് ആർ ഗ്രോൺ ഇൻ ഹിൽ സ്റ്റേഷൻ, കുന്നിൻ ചെരിവുകളിൽ വിളയുന്നത്. മാംഗോസ് ആർ മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അധികം കണ്ടുവരുന്നതാണ് മാംഗോസ്. മീറ്റ് ഈസ് ഈറ്റൻ എവരിവെയർ. എന്താണ് മീറ്റ്? എല്ലാവരുടെയും മീറ്റ് ഉണ്ടല്ലേ? മാംസങ്ങൾ നമ്മളെല്ലാവരും എന്ത് കഴിക്കാറുണ്ട്? മീറ്റ് കഴിക്കാറുണ്ട്. Spices and nuts also form part of our food. ഇനി സ്പൈസസും നട്ട്സും നമ്മളുടെ ഭക്ഷണത്തിന്റെ വേറെ ഒരു പാർട്ട് ആവുന്നു. സ്പൈസസ് ആൻഡ് നട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങളും എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നു. മനസ്സിലായോ? നട്ട്സുകളും എല്ലാം നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നു? നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നു, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. Some foreigners love the spicy Indian food. ഫോറിനേഴ്സ് പോലും ഇന്ത്യൻ ഫുഡിനെ ഇഷ്ടപ്പെടാറുണ്ട്. സം ഫോറിനേഴ്സ് ലവ് ദ സ്പൈസി ഇന്ത്യൻ ഫുഡ്. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഇന്ത്യൻ ഫുഡ് മറ്റുള്ള ഫോറിനേഴ്സ് പോലും എന്താണ് ഇഷ്ടപ്പെടാറുണ്ട്. മിൽക്ക് ഈസ് ഈറ്റൻ ബൈ പീപ്പിൾ ഓഫ് ഓൾ പ്ലേസസ്. മിൽക്ക്, പാൽ, എല്ലാവരും പാൽ കുടിക്കുന്നവർ. എല്ലാ രാജ്യത്തിലും എന്താണ്? എല്ലാവരും എന്ത് ചെയ്യുന്നു? പാല് കഴിക്കുന്നു. സ്വീറ്റ്സ് സച്ച് ആസ് laddu, rasgulla, peeda and kheer are made specially during festivals and exchanged. അപ്പോൾ നമ്മൾ സ്വീറ്റ്സുകൾ ആയിട്ടുള്ള ലഡുവും രസഗുളയും പീഡയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫെസ്റ്റിവൽ സീസണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ദീപാവലി സമയത്തൊക്കെ, പിന്നെ മറ്റുള്ള ഓണം, നമ്മൾ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ സ്വീറ്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. ഓരോ ആഘോഷവേളകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു?
സ്വീറ്റ്സുകൾ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. We get food mainly from two sources. നമ്മൾക്ക് ഫുഡ് കിട്ടുന്നത് പ്രധാനമായിട്ടും 2 വഴികളാണ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും ഫുഡ്സ് കിട്ടുന്നത്. They are natural resources. അവയെ നമ്മൾ എന്ത് പറയുന്നു? നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസും നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടേക്ക് ഗുഡ് കെയർ ഓഫ് അവർ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ശ്രദ്ധാപൂർവം കൈകാര്യം, നമ്മൾ അതിനെയൊന്നും നശിപ്പിക്കാതെ നമ്മൾ അതിനെ നിലനിർത്തി കൊണ്ടുപോകണം. ഏതിനെയൊക്കെയാണ്? പ്ലാന്റ്സിനെയും അനിമൽസിനെയും. എന്തുകൊണ്ടാ? ഈ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ് നമ്മൾക്ക് വേണ്ട ഫുഡുകൾ ലഭിക്കുന്നത്. വി ഷുഡ് പ്രൊട്ടക്ട് അവർ റിസോഴ്സസ്. നമ്മൾ എന്ത് ചെയ്യണം? റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സംരക്ഷിക്കണം. ദ ഗവൺമെന്റ് സപ്പോർട്ട് ദ ഫാമേഴ്സ് സോ ദാറ്റ് ക്രോപ്സ് ഗ്രോ വെൽ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിനെ സപ്പോർട്ട്, കൃഷിക്കാരെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ക്രോപ്സ് ഗ്രോ വെൽ, അവർ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. മനസ്സിലായോ? Cattle not only provide us with milk but are also used in plowing and for other kind of work in the farm. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കാറ്റിൽ നോട്ട് ഓൺലി പ്രൊവൈഡ് us with milk. കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കിന് വേണ്ടി മാത്രമല്ല കാറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ബട്ട് ആർ ഓൾസോ യൂസ്ഡ് ഇൻ പ്ലൗയിങ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടും ഉൽപ്പാദിപ്പിക്കാറുണ്ട്? ഉഴാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രാക്ടറൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചിലവർ ഇപ്പോഴും എന്താണ് ചെയ്യുന്നത്? എന്താണെന്ന് പറഞ്ഞാൽ കാളകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്ലൗ ചെയ്യുന്നത്, ഉഴുതുന്നത്. മനസ്സിലായോ? The hair of some animals are used in making wool. ഇനി മറ്റു മൃഗങ്ങളായിട്ടുള്ള എന്താണ് ഷീപ്പ് പോലെയുള്ള മൃഗങ്ങളിൽ നിന്നും വൂൾ എടുക്കാറുണ്ട്. വൂൾ പറഞ്ഞാൽ എന്താണ്? കമ്പിളി വസ്ത്രങ്ങൾ എടുക്കാറുണ്ട്. Animal meat and poultry meat are eaten by people. Animal meat അതുപോലെ തന്നെ മൃഗങ്ങളുടെ മാംസങ്ങളും പിന്നെ അതേമാതിരി തന്നെ പോൾട്രി മീറ്റ്, അതേമാതിരി തന്നെ പിഗ്, അങ്ങനെയുള്ള സാധനത്തിന്റെ എല്ലാം മൃഗങ്ങളുടെ മീറ്റുകളെല്ലാം ഭക്ഷിക്കാറുണ്ട്. We have to look after these farm animals which are called animals wealth of our country. We have to look after these farm animals. നമ്മൾ ഇത് ഈ ഫാം അനിമൽസിനെ എല്ലാം എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം. ആൻഡ് വിച്ച് ആർ കോൾഡ് അനിമൽസ് വെൽത്ത് ഓഫ് ദ കൺട്രി. അനിമൽസ് നമ്മളുടെ രാജ്യത്തിന്റെ തന്നെ എന്താണ്? സമ്പത്താണ്. ഈ അനിമൽസ് എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എന്താണ്? സമ്പത്താണ്. അതുകൊണ്ട് തന്നെ അനിമൽസിനെ എന്നും നമ്മൾ നശിപ്പിക്കാതെ അതിനെന്ത് ചെയ്യണം? നിലനിർത്തണം എന്നാണ് പറയുന്നത്. Can you name few things we get from animals? നിങ്ങൾ അവിടെ 2 ഡാഷ് കൊടുത്തിട്ടുണ്ട്. അനിമൽസിൽ നിന്നും നമുക്ക് എന്തെല്ലാം കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ.